എല്ലാവർക്കും ഗണിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ നടന്ന ഖാദി ബോർഡ് LDC എക്സാമിൻ്റെ മാത്തിൻ്റെ 10 ക്വസ്റ്റ്യനാണ് നമ്മളതിൻ്റെ സൊല്യൂഷൻസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇനിയുള്ള LD എക്സാമുകൾക്കും പിന്നെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകൾക്കൊക്കെ എല്ലാവർക്കും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മാക്സിമം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. മാക്സിമം നമ്മളെല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഇതുപോലെ സോൾവ് ചെയ്തിരുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം നമ്മൾ നോക്കിയാൽ കാണാം 53 ഒരു പ്രൈം നമ്പറാണ്, 61 ഒരു പ്രൈം നമ്പറാണ്, 43 ഒരു പ്രൈം നമ്പറാണ്. പിന്നെ പ്രൈം നമ്പർ അല്ലാത്ത ആളാരാ? 91. അപ്പോൾ 91 ഒഴികെയുള്ള ബാക്കി 3 ആളുകളും അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പറാണ്. അപ്പോൾ ഒറ്റയാൻ ആരെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? 91 മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രൈം നമ്പർ അല്ലാത്തത് അഭാജ്യ സംഖ്യ അല്ലാതെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ ആരാണ്? സി ഓപ്ഷൻ 91. അടുത്ത ചോദ്യം, 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ഓൾ റൈസ് ടു 1/3. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 11ൻ്റെ ക്യൂബ് വേണം, പിന്നെ 20ൻ്റെ സ്ക്വയർ വേണം, ആ കിട്ടുന്നതിൻ്റെ അന്നൊരു 3 കുറക്കണം, ആ ഫൈനൽ ആൻസറിൻ്റെ 1/3 എടുക്കണം. എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് എടുക്കണം. 11ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1331 എന്ന് വെച്ചാൽ 11 × 11 × 11 3 തവണ ഇൻറ്റു നോക്കിയാൽ മതി. പ്ലസ് 20ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 20 × 20 എത്രയാണ്? 400 മൈനസ് എത്ര? 3. അപ്പോൾ 1331ൻ്റെ കൂടെ 400 കൂട്ടിയാൽ 1731 വരും. അതിൻ്റെ അകത്ത് 3 കുറച്ചാൽ 1728 വരും. ആ സംഖ്യയുടെ എന്ത്? ക്യൂബ് റൂട്ട് വേണം. എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ അർത്ഥം, ക്യൂബ് റൂട്ട് ഓഫ് 1728. ഞാനത് നിങ്ങളെ ഇപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന ക്യൂബ് റൂട്ട് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. അതിനകത്ത് ഇങ്ങനെയാണ്, 8ൽ അവസാനിച്ചിരിക്കുന്നതിനാൽ അത് 2 എന്ന് പറയുന്ന സംഖ്യയിൽ അവസാനിച്ച അയാളുടെ ക്യൂബായിരിക്കണം. ഇനി 1 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. അങ്ങനെ ആൻസർ 12 എന്നാണ്. അപ്പോൾ 1728ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് ചോദിച്ചാൽ 12 എന്നാണ്. ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് വേദിക് മാത്സ് ആണ്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആൻസർ 12. അടുത്ത ചോദ്യം, 3, 8, 15, 24 എക്സെട്ര. അപ്പോൾ അടുത്ത ടേം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതെന്താണ്? 3, അടുത്ത ആളുടെ പേര് 8, അടുത്തത് 15, അടുത്തത് 24, അത് കഴിഞ്ഞൊരു ഡാഷ്. അവിടെ എന്ത് വരണമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ 3ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. 8ഉം 15ഉം വ്യത്യാസം എത്ര? 7 ആണ്. 15ഉം 24നും വ്യത്യാസം 9 ആണ്. അപ്പോൾ എന്താണ്? ആദ്യം 3ൻ്റെ കൂടെ 5 കൂട്ടിയിട്ടാണ് 8, 8ൻ്റെ കൂടെ 7 കൂട്ടിയിട്ടാണ് 15, 15ൻ്റെ 9 കൂട്ടിയിട്ടാണ് 24. അപ്പോൾ സംഖ്യയുടെ ശ്രേണി 5 കൂട്ടി 7 കൂട്ടി 9. അടുത്ത ആരെ കൂട്ടണമായിരിക്കണം? 5, 7, 9 ഒറ്റ സംഖ്യ കഴിഞ്ഞാൽ അടുത്ത വരുന്ന ആരാ? 11 അല്ലേ? അപ്പോൾ 24ൻ്റെ കൂടെ 11 കൂട്ടണം. 24ൻ്റെ കൂടെ എത്ര കൂട്ടണം? 11 കൂട്ടി എത്ര കിട്ടണം? 35 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ, 35. അടുത്ത ചോദ്യം, രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 പരീക്ഷകളാണ്. അതിൽ 1ാം പാദ പരീക്ഷ ഫസ്റ്റ് ടേം എക്സാമിന് എത്ര കിട്ടി? 62 കിട്ടി. സെക്കൻഡ് ടൈം എക്സാമിന് 48 കിട്ടി. മൂന്നാമത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തേന് ഞാൻ എക്സ് എന്ന് എടുത്തു. ഇനി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ശരാശരി 60 മാർക്ക് കിട്ടണം എന്ന് വെച്ചാൽ എന്താണ്?
ഈ വന്നിരിക്കുന്ന 62 മാർക്കും 48 മാർക്കും മൂന്നാമത്തതിനെ എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് അഥവാ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോഴാണല്ലോ ശരാശരിയായ 60 കിട്ടേണ്ടത്. അതാണ് അതിൻ്റെ ചോദ്യത്തിനകത്ത് കാര്യം. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം. അപ്പോൾ ഈ 3 പരീക്ഷയുടെ മാർക്കും കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ 60 കിട്ടണം. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 3 അങ്ങോട്ട് ഗുണിക്കുക, ബൈ 3 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആകും. അപ്പോൾ നമുക്ക് എത്ര 60 × 3 എന്ന് വരും. അത് 180. ഇവിടെയോ ഈ 62 48 കൂടെ കൂട്ടുക, 62 8 70 70 40 110 110 പ്ലസ് എക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 110 പ്ലസ് എക്സ് ആണ് 180. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കാം 180ൻ്റെ അകത്ത് നിന്ന് ഈ 110 പ്ലസ് ആണ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 110 ആണ്. അപ്പം 70 എന്ന് കിട്ടി. നമ്മുടെ മാർക്ക് എത്രയാണ്? 70 മാർക്ക് നേടിയാൽ ശരാശരി എത്രയാക്കാം? 60 ആക്കാം. അടുത്ത ചോദ്യം. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് നടക്കുന്ന പോലെ ആലോചിച്ച് വലത്തോട്ട് തിരിഞ്ഞ് ആലോചിച്ചാൽ മതി. അപ്പോഴാണ് എളുപ്പം പടം വരയ്ക്കാൻ പറ്റുക. ഞാനപ്പോൾ ഇവിടുന്ന് പറയുകയാണ്, പടിഞ്ഞാറിന് ഇവിടുന്നാണ് നോക്കുന്നത്. പടിഞ്ഞാറ് ഞാൻ ഇങ്ങോട്ട് നടന്നു. ഇത് എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ ഞാൻ നടന്നു. അപ്പം നടക്കുമ്പോൾ എൻ്റെ ഇടതുവശം വലതുവശമൊക്കെ എനിക്കറിയാമല്ലോ. ഞാൻ ഇടതുവശം വലതുവശം അറിയാം. ഞാൻ വലത്തോട്ട് നമ്മൾ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ? ഞാൻ ആദ്യം 5 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നെ വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് എങ്ങനെ? 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇങ്ങോട്ട് 3 കിലോമീറ്ററാണ്, അങ്ങോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടെന്ന് വെച്ചാൽ എങ്ങോട്ടാണ്? നേരെ ഇങ്ങോട്ടാണ്. ഇതാണ് ഇടത്തോട്ട്. ഉണ്ടോ? ഇടത്തോട്ട് വീണ്ടും ചെന്ന് എത്ര? 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും 3 കിലോമീറ്റർ. വീണ്ടും ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് അല്ലേ? ഇതല്ലേ ഇടത്. ഇങ്ങോട്ട് 3 കിലോമീറ്റർ. ഇവിടെയാണ് ഞാനിപ്പോൾ ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ ആലോചിച്ചാൽ മതി. ഈ ദൂരം 3 ആണ്, ഇതും 3 ആണ് എന്ന് വെച്ചാൽ ഇതൊരു നേർരേഖയാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ? ഇത് 5 ആണ്, ഇത് 4 ആകുമ്പോൾ ഇതും എത്ര തന്നെയാണ്? 4. അപ്പം ഇത് 5, ഇത് 4, അങ്ങനെ 5 + 4 എത്ര? 9 കിലോമീറ്റർ അകലെയായിട്ട് വരും. അടുത്ത ചോദ്യം. 0.36 × 6.25 all divided by 0.5 × 0.5 × 0.06. നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് എഴുതാം. എങ്ങനെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് 0.36 × 6.25 divided by 0.5 × 0.5 × 0.06. നമുക്കിങ്ങനെയുള്ള ദശാംശ സംഖ്യകൾ മുകളിലും താഴെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ദശാംശം കളയുകയാണ് ചെയ്യേണ്ടത്. ദശാംശം കളയാൻ നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ടും 10 കൊണ്ടൊക്കെ ഗുണിക്കാം. അതിനേക്കാൾ എളുപ്പത്തില്ലേ ഇവിടെ ദശാംശങ്ങൾ എത്രയുണ്ടെന്ന് എണ്ണിക്കുക. ഇവിടെ 1 2 3 4, മുകളിൽ 4 ദശാംശ സ്ഥാനമുണ്ട്, താഴെ 1 2 3 4. മുകളിലും താഴെയും ഈക്വൽ പ്ലേസ് ഓഫ് ഡെസിമൽസ് ആണ്, തുല്യ ദശാംശ സ്ഥാനങ്ങളാണ്. എങ്കിൽ നമുക്ക് 10 കൊണ്ടും 100 കൊണ്ടൊന്നും ഗുണിക്കേണ്ട കാര്യമില്ല, ദശാംശം മാറ്റിയാൽ മാത്രം മതി. ഇപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ വരുമ്പോൾ മുകളിലും താഴെയും ഒരേപോലെ ദശാംശം വന്നാൽ ദശാംശങ്ങളെ പരിഗണിക്കേണ്ടതില്ല. മിച്ചം നമുക്ക് എങ്ങനെ പറയാം? ദശാംശം ഇല്ലാതെ എഴുതിക്കുക. ഇയാളെ മുകളിൽ 36 വന്നു, പിന്നെ 6.25 എന്തായിട്ട് മാറി? 625 മാറി. താഴെ 0.5 വേണ്ട, 5 എന്ന് കാണിച്ചാൽ മതി, ദശാംശം വേണ്ടല്ലോ. പിന്നെയും 0.5 എത്ര? 5 ആയിട്ട് മാറി. പിന്നെ 0.06നെ 6 എന്ന് എഴുതിയാൽ മതി. നമുക്ക് ഈ 6ഉം 36 കൊണ്ട് വിടാം. എത്ര സമയം? 6 ടൈംസ് അല്ലേ? 6 തവണ. ഇവിടെ 5 കൊണ്ട് 2 തവണ വിട്ടാം. അതിനേക്കാൾ നല്ലത് ഈ 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 25. 25 × 25 ആണ് 625 എന്നറിയാമല്ലോ. അപ്പോൾ 625 എത്ര പ്രാവശ്യം ഉണ്ടത്? 25 തവണയുണ്ട്. ഇനി 25നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 25 × 6
6 5 30 0 ശിഷ്ടം 3 6 2 12 3 15 150. നമ്മളുടെ ആൻസർ എത്രയാണ്? 150 എന്നാണ്. സി ഓപ്ഷനാണ് ആൻസർ. അടുത്ത ചോദ്യം, ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ആനന്ദ് എന്ന് പറയുന്ന ഒരാളെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആനന്ദ് എന്ന് പറയുന്ന ആൾ. ആനന്ദിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അച്ഛന് 2 സഹോദരിമാരുണ്ട്. ആരൊക്കെയാണ്? രേണു എന്ന് പറയുന്ന ഒരാളുണ്ട്, പിന്നെ രാഖി എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരമ്മയുടെ മക്കളാണ് ഈ 3 പേരും ആണല്ലോ. ഇനിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? അതാണ് ആദ്യം കിട്ടേണ്ട കാര്യം. ഇനിയാണ് എന്താണ്? രാഖിയുടെ അമ്മ എന്ന് വെച്ചാൽ രാഖിയുടെ അമ്മയെന്ന് വെച്ചാൽ രേണുവിൻ്റെ അമ്മയാണ് അച്ഛൻ അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ആനന്ദിൻ്റെ അച്ഛൻ്റെ അമ്മയെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ രാഖിയുടെ അമ്മയെന്ന് വെച്ചാൽ ഈ 3 പേരുടെ അമ്മയെന്നർത്ഥം. ആ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് വെച്ചാൽ ഇതിലേക്ക് എത്തിയല്ലേ. ആ പറഞ്ഞിരിക്കുന്ന രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകനാണ് ആനന്ദിൻ്റെ അച്ഛൻ അല്ലേ. ആ പുള്ളിയുടെ ഭാര്യയാണ് നിഷയെന്ന്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആനന്ദിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ഭാര്യയാണ് ആര്? നിഷ. കാര്യം രാഖിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഈ 3 പേരുടെയും അമ്മയാണ്. അപ്പോൾ അവർക്ക് ഒരേ ഒരു ആൺമകൻ എന്ന് പറയുമ്പോൾ ആ ആൺമകനാണ് ഈ അച്ഛനായിട്ട് പറഞ്ഞിരിക്കുന്ന ആൾ. അയാളുടെ ഭാര്യയാണ് നിഷ എന്ന് വെച്ചാൽ ആനന്ദിൻ്റെ അമ്മയാണ്, തിരിച്ച് നിഷയുടെ മകനാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്താണ്? മകൻ എന്നാണ് നമ്മുടെ റിലേഷൻ. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ തന്നിരിക്കുന്ന ആപ്പിൾ എന്ന് പറയുന്ന വാക്കിനെ ആദ്യം എഴുതുക. ആപ്പിൾ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? ETTPI എന്ന് നമുക്ക് എഴുതാം. എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എ എന്ന ആൾ കഴിഞ്ഞ് 4ാമത്തെ കൗണ്ടിങ്ങിലാണ് ഈ വരുന്നത്. എ കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? BCDE 4ാമത്തെ ആൾ. അതുപോലെ പി കഴിഞ്ഞിട്ട് എത്രാമത്തെയാണ് നോക്കിയേ? പി കഴിഞ്ഞിട്ട് എത്രാമത്തെയാണ്? QRST, അവിടെയും 4ാമത്തെയാണ്. അടുത്ത് ഇവിടെയും 4ാമത്തെയാണ്. എൽ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം? എൽ കഴിഞ്ഞിട്ട് എത്രാമത്തെയാണ്? MNOP, അതും 4ാമത്തെയാണ്. അത് കഴിഞ്ഞ് ഇ കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? ഇ കഴിഞ്ഞിട്ട് FGHI, അപ്പോൾ എല്ലാം 4ാമത്തെയാണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ 4ാമത്തെ ആളെ കണക്ട് ചെയ്തിട്ടാണ് താഴെ വാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിനെ ഇതുപോലെ നോക്കാം. ORANGE എങ്ങനെ പറയാം? ഓ കഴിഞ്ഞിട്ട് 4ാമത്തെ ആൾ നമുക്ക് വേണം. ഓ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ആൾ. ഓ കഴിഞ്ഞിട്ട് ആരായിരിക്കാം? PQRS. അപ്പോൾ എസ്സിലാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ 2 ആൾ വേണ്ടാന്ന് മനസ്സിലായി. ഇനി 6 കഴിഞ്ഞിട്ട് 4 ആളെ കൗണ്ട് ചെയ്തേ. STUV, അപ്പോൾ 4ാമത്തെ ആൾ V ആണ്. അപ്പോൾ SV. ഇവിടെ 2 ആളുണ്ട്, ഈ 2 ആളെ മാത്രം നോക്കിയാൽ മതി. ഇനി എ കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? എ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാം ഇ ആയിരിക്കും. ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ, എ കഴിഞ്ഞിട്ട് ഇ ആണെന്ന് നമുക്കറിയാമല്ലോ. എൻ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ആളാരാ? എൻ കഴിഞ്ഞിട്ട് OPQR, ആർ എന്ന് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം ആരാണ് ആൻസർ? SVERKI. കാര്യം ഇവിടെ അത് കഴിഞ്ഞ് Q ആ വന്നിരിക്കുന്നത്, പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ്. വേണമെങ്കിൽ ബാക്കിയുള്ള ആളെ കൂടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഷോർട്ട് പറഞ്ഞതാണ്. SVERKI, ഓപ്ഷൻ ഫസ്റ്റ് ആണ് നമ്മുടെ. അടുത്ത ചോദ്യം, 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പം നമ്മൾ പറയുന്നു ഇവിടെ 2 കാര്യം. ആദ്യം ദൂരം ഞാൻ എഴുതുകയാണ്. 200 മീറ്റർ എന്ന് പറയും. ട്രെയിനിൻ്റെ നീളം എന്താണോ അതാണ് നമ്മൾ ദൂരമായിട്ട് എടുക്കുക. അപ്പം നമുക്ക് ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? 200 മീറ്റർ എന്നാണ്. ഇനി വേഗത തന്നിട്ടുണ്ട്. വേഗത തന്നിട്ടുണ്ട് എത്രയാണ്? 60 km/മണിക്കൂർ എന്നാണ്.
ഇവിടെയാണ് ചില കാര്യങ്ങൾ കണ്ടോ. ഇവിടെ മീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കിലോമീറ്ററിലാണ്. ഇനി നമ്മുടെ ഉത്തരങ്ങളെല്ലാം നോക്കിക്കുക, സെക്കൻഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മണിക്കൂർ വന്നാൽ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ചെയ്യുക? 60 ഇൻറ്റു കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഒറ്റയടിക്ക് മുഴുവനായിട്ട് വെട്ടി പോകില്ല. അപ്പോൾ നമുക്ക് വെട്ടാവുന്ന പോലെ പറഞ്ഞ് 6ൻ്റെ പട്ടികയിൽ രണ്ടുപേരും വെട്ടാം. ഇത് 10 തവണയാണ്, ഇത് 3 തവണയാണ്. 6 3 18. മിച്ചം എത്രയുണ്ട്? 10 ഇൻറ്റു 5 50/3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ടൈം കണ്ടുപിടിക്കാൻ നമ്മുടെ മെത്തേഡ് എങ്ങനെയാണ്? ദൂരം ബൈ വേഗത. ദൂരം എന്നുള്ള എത്രയാണ്? 200/50/3. നമുക്കറിയാം, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അയാളെ കൊണ്ട് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പം 3 മുകളിൽ വരും, 50 താഴെ പോകും, ഒരു 0 0 വെട്ടി, 5ഉം 20ഉം കൂടെ വെട്ടുമ്പോൾ 4 തവണ. അങ്ങനെ 4 ഇൻറ്റു 3 12 സെക്കൻഡ് എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 12 സെക്കൻഡ്. അടുത്ത ചോദ്യം, 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്ര? അപ്പോൾ ഇങ്ങനെ നമുക്ക് എണ്ണം, വലിയ ഗോളത്തെ ഉരുക്കി ചെറുതാക്കുമ്പോൾ എണ്ണം, ആ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്, വലിയ വ്യാപ്തം ആരാണോ അത് ബൈ ആ ചെറിയ വ്യാപ്തം. അപ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന എണ്ണം കിട്ടുക. എത്ര എണ്ണം കിട്ടിയെന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടെ വലിയ വ്യാപ്തവും രണ്ടും ഗോളമാണ്. അപ്പോൾ ഗോളമാകുമ്പോൾ ആദ്യത്തേത് നമുക്ക് 4/3 πr³ എന്ന് പറയാം. രണ്ടാമത്തത് R1³ എന്ന് പറയാം. രണ്ടാമത്തതിനെ 4/3 πr2³ എന്ന് പറയാം. അങ്ങനെ ആദ്യം വലിയ വ്യാപ്തത്തെ ചെറിയ വ്യാപ്തം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എണ്ണമാണ് 27. ഇവിടെ ഇപ്പോൾ തന്നെ 4/3യും 4/3യും പൈയും ഒക്കെ വെട്ടിപ്പോയി. R1 എന്നുള്ളത് ആരാ? 15 ആണ്. ആ 15ൻ്റെ ക്യൂബാണ്. സെക്കൻഡ് ഇവിടെ ഉള്ളത് R2 ആണ്. R2³ അവിടെ തന്നെയുണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 27 കണ്ടോ. നമുക്ക് ഇവർ തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് വെച്ചാൽ അങ്ങോട്ട് മാറ്റി തിരിച്ചു എഴുതാം. അപ്പോൾ ആരാ? ഇവിടെ 15³ ഇവിടെ 27, ഇവിടെയോ രണ്ടാമത് നമുക്ക് വേണ്ടതായ ആരാണ്? അയാളുടെ ആരത്തിൻ്റെ ക്യൂബ്. ഈ 15³ എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കട്ടെ, 15³ എന്ന് പറയുന്ന ആൾ അവിടെ നിൽക്കട്ടെ. താഴെ 27 എന്നുള്ളത് ആരാ? 3ൻ്റെ ക്യൂബാണ്. = ആണ് രണ്ടാമത്തെ നമ്മുടെ ചെറിയ ഗോളത്തിൻ്റെ ആരം. ഈ ക്യൂബുകളെല്ലാം കൂടി വെട്ടിക്കളഞ്ഞേര്. അപ്പോൾ രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം എന്ന് വെച്ചാൽ എത്രയാ? 15/3 എത്ര കിട്ടും? 5 എന്നാണ് നമ്മുടെ ചെറിയ ഗോളത്തിൻ്റെ ആരം. കണ്ടോ, രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം 5. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ.